പാഠം 643. അകത്തും പുറത്തും ഭൂകമ്പം. കാന്തല്ലൂരിൽ പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം. കാന്തല്ലൂരിൽ ജനങ്ങൾക്ക് ഭീഷണിയായി പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന മെറ്റൽ ക്വാറിക്കെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. എന്ത് സമരം നടന്നിരുന്ന കാര്യം? ക്വാറി ഇപ്പോഴും ഒരു ദോഷമില്ല നടന്നു പോകുന്നു. കഷ്ടം. എന്താണ് പത്രത്തിൽ കാര്യമായ എന്തൊരു വാർത്ത ഉണ്ടല്ലോ? നീ ഇത് കണ്ടോ ഭാമേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മെറ്റൽ ക്വാറിയെ പറ്റിയുള്ള വാർത്തയാണ് ഇത്. കുറച്ചു നാളായി ആ ക്വാറിക്കെതിരെ സമരം നടക്കുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല. മോഹനേട്ടനെ പോലൊരു വില്ലേജ് ഓഫീസർ ഈ നാട്ടിലുണ്ടായിട്ടാണ് ഇങ്ങനൊരു അതിക്രമം. ഞാനെന്ത് ചെയ്യാനാ? ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ അനുമതി ഉണ്ടെന്നും പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെന്നുമൊക്കെയാണ് അവർ പറയുന്നത്. പഞ്ചായത്താണെങ്കിൽ ക്വാറിക്കെതിരെ ഒരു നടപടി എടുക്കുന്നുമില്ല. പിന്നെ വില്ലേജ് ഓഫീസർക്ക് എന്ത് കാര്യം? നാട് മുഴുവൻ കെട്ടിടം പണിയും പാലം പണിയും റോഡ് പണിയും ഒക്കെ അല്ലേ മോഹനേട്ടാ? അതിനൊക്കെ മെറ്റല് വേണ്ടേ? ക്വാറി നടത്താതിരുന്നാലും പ്രശ്നാ മോഹനേട്ടാ. ഭാമേ, കെട്ടിടവും പാലവും പണിയാൻ വേണ്ടി മെറ്റൽ വേണമെന്നുള്ളത് സത്യം. പക്ഷേ ഇവർ പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി ഒന്ന് ഓർത്തു നോക്ക്. ഇപ്പൊ തന്നെ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാണുന്നില്ലേ? വരൾച്ചയും വെള്ളപ്പൊക്കവും ഭൂകമ്പവും ഒക്കെ ഇത്തരം ചെയ്തികളുടെ ഫലമാണ്. നമ്മൾ ജീവിക്കുന്ന വീടിന് ഒരു കേടും പറ്റാതെ നോക്കാൻ ആൾക്കാർക്കറിയാം. നമ്മുടെ കാറിൽ ഒരു പോറൽ വീണാൽ ആളുകൾ വഴക്കുണ്ടാകും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് എന്ത് പറ്റിയാലും ആർക്കും ഒരു പ്രശ്നമില്ല. വീടും കാറും ഒക്കെ പുതിയത് വാങ്ങാം, പക്ഷേ ഭൂമിക്ക് പകരമായി മറ്റൊന്നുമില്ല എന്ന് ഓർത്താ കൊള്ളാം. സർവം സഹയാണ് ഭൂമി എന്നൊക്കെ പറയാം, പക്ഷേ ഭൂമിയാണെങ്കിലും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. സഹി കെടുമ്പോഴാ കൊടുങ്കാറ്റായും വെള്ളപ്പൊക്കമായും ഭൂകമ്പമായും ഒക്കെ ഭൂമി തിരിച്ചടിക്കുന്നത്. മോഹനേട്ടാ, ഈ കാര്യത്തിൽ സംസാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ മോഹനേട്ടൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഈ ചർച്ചയിൽ നിന്ന് രാജിവെക്കുന്നു. ആ, കൃത്യസമയത്ത് ഫോൺ വന്നു, ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, അതെ. ആ, നമസ്കാരം സാർ, ഞാൻ കൊടുക്കാം. മോഹനേട്ടനാ? തഹസിൽദാരാ? ഹലോ, അതെ സാർ. എന്താ സാർ? അറിയോ? അത് പ്രശ്നമാവല്ലോ സാർ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരി സാർ, മനസ്സിലായി സാർ. എന്താ ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യമുള്ളത്? എന്താണ്? അനധികൃതമായി ഭൂമിയെ ചൂഷണം ചെയ്താൽ പ്രശ്നമാകും എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല എന്ന് നിനക്ക് മനസ്സിലായോ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഭാമേ, തഹസിൽദാർ വിളിച്ചത് ഒരു രഹസ്യ വിവരം അറിയിക്കാനാണ്. നമ്മുടെ താലൂക്കിൽ ഭൂകമ്പ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് സന്ദേശം കിട്ടിയിരിക്കുന്നു. കേന്ദ്ര ഭൗമശാസ്ത്ര വകുപ്പാണ് വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈ താലൂക്കിലും അടുത്തുള്ള 3 താലൂക്കുകളിലും ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന്. വൻതോതിലുള്ള ഭൂകമ്പം അല്ലെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ പരിഭ്രാന്തരായി പോകുന്നുള്ളതാണ്. അതുകൊണ്ട് ഏതു നേരവും പ്രശ്നങ്ങൾ നേരിടാൻ സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പിനോട് പറഞ്ഞിരിക്കുകയാണ്. അത്രയല്ലേ ഉള്ളൂ. ഇതിന് ഇങ്ങനെ വലിയ ഗൗരവത കാണേണ്ട കാര്യമൊന്നുമില്ല മോനട്ടാ. നമ്മൾ അറിഞ്ഞോ അറിയാതെ 100 കണക്കിന് ഭൂകമ്പങ്ങൾ ഓരോ വർഷം നടക്കുന്നില്ലേ? റിക്ടർ സ്കെയിലില് 7 വരുന്ന ഭൂകമ്പങ്ങളെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റവന്യൂ വകുപ്പെന്നല്ല, സാക്ഷാൽ ബ്രഹ്മ വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല. ഭൂകമ്പം ഉണ്ടായാൽ രക്ഷിക്കാൻ റവന്യൂ വകുപ്പ് വിചാരിച്ചാൽ നടക്കില്ല, സമ്മതിച്ചു. പക്ഷേ ഭൂകമ്പം ഉണ്ടാകാതെ നോക്കാമല്ലോ. അതെങ്ങനെയാ മോനട്ടാ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഭൂമിയോട് നമ്മൾ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ കാരണമാണ് ഭൂമി ഇങ്ങനെ പ്രതികരിക്കുന്നത്. എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്? മലകൾ ഇടിച്ചു നിരത്തുന്നു, പാടങ്ങൾ നികത്തുന്നു, വനം വെട്ടിത്തെളിക്കുന്നു. അനധികൃതമായ അന്തരീക്ഷ മലിനീകരണം കാരണം കാർബണിന്റെ അളവ് കൂടുന്നു, ആഗോളതാപനം ഉണ്ടാകുന്നു, കാലാവസ്ഥ മാറുന്നു. ഇതിന്റെ ഒക്കെ ഫലമാണ്
നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹനേട്ടൻ ഈ ദേഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണെന്ന് തോന്നും. ഞാൻ എന്ത് അന്തരീക്ഷ മലിനീകരണ മോഹനേട്ടൻ ഉണ്ടാക്കുന്നത്? നീ മോശമല്ല. ഇവിടെ നിന്ന് വക്കീൽ ഓഫീസ് വരെ നടന്നു പോകാനുള്ള മടി കൊണ്ട് നീ ഒരു സ്കൂട്ടർ ഓടിക്കുന്നു. അത് ശരിയാണോ? ഓ, എന്റെ സ്കൂട്ടർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ അന്തരീക്ഷ മലിനീകരണം എന്ന ഏർപ്പാടെ ഉണ്ടാവില്ലായിരുന്നു. ഭാമേ, പല തുള്ളി പെരുവെള്ളം എന്ന് നീ കണ്ടിട്ടുണ്ടോ? നീ നിന്നെ കൊണ്ട് പറ്റുന്നത്ര അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു. ഓരോരുത്തരായി അങ്ങനെ ചെയ്യുമ്പോ അന്തരീക്ഷ മലിനീകരണത്തിന്റെ അളവ് കൂടുന്നു. എല്ലാവർക്കും പറയാനൊരു ന്യായമുണ്ട്. ഓ, ഞാൻ മാത്രം സ്കൂട്ടർ ഓടിക്കായിരുന്ന അന്തരീക്ഷ മലിനീകരണം കുറയോ എന്ന്. ഇതിനെ ഒളിച്ചോട്ടം എന്നാണ് പറയുന്നത്. ശരി, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ തഹസിൽദാർ വിളിച്ചു പറഞ്ഞതുപോലെ കാന്തല്ലൂരിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണക്കാരി ഞാനായിരിക്കും. പോരെ? ഒരു ഭൂകമ്പത്തെ എത്ര നിസ്സാരമായി നീ തള്ളിക്കളയുന്നത്? ഭൂകമ്പം ഉണ്ടായാൽ ഉണ്ടാകുന്ന ദുരന്തത്തെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? കെട്ടിടങ്ങൾ തകർന്നു വീഴും, മരങ്ങൾ ഒടിഞ്ഞു വീഴും, മനുഷ്യർ മരിക്കും, മൃഗങ്ങൾ കൂട്ടത്തോടെ ചാവും, ആളുകൾക്ക് വീടില്ലാതാവും, കൃഷി നശിക്കും. അതിനൊക്കെ ആര് സമാധാനം പറയും? ഞാനൊരു സാധാ വക്കീലാണ് മോഹനേട്ടാ. ഭൂകമ്പത്തിന് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല. പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ട ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്. നിങ്ങൾക്ക് കൂടി ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും നോക്ക്. ഭൂകമ്പം മൂലമുണ്ടാകുന്ന ദുരിതങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പത്തെ പ്രശ്നം അതല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം ഈ ഷർട്ട് മുണ്ടും തേക്കുക എന്നുള്ളതാണ്. ഇത് തേച്ചാലേ ഇതിട്ടിട്ട് മോഹനയുടെ ആഫീസിൽ പോകാൻ പറ്റുള്ളൂ. ഭൂകമ്പം പോലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും വില്ലേജ് ഓഫീസർ ആഫീസിലെത്താൻ വൈകി എന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ എന്ത് കരുതും മോഹനട്ടാ? തഹസിൽദാർ എന്ത് കരുതും? അതുകൊണ്ട് കുറച്ചു നേരം കൂടി അപ്പുറത്ത് പോയിരുന്ന പത്രമൊക്കെ വായിക്കാം. അപ്പോഴേക്കും എന്റെ ജോലിയെല്ലാം ഞാൻ തീർത്തു വെച്ചേക്കാം. ആ മോനട്ടാ, ചെറിയ ഭൂകമ്പം വല്ലതുമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല. ഈ കേരളത്തിലെ കെട്ടിടങ്ങളൊക്കെ നല്ല ബലമുള്ള തറയിട്ട് അതിൽ കെട്ടിപ്പൊക്കിയതല്ലേ. മിക്കവാറും പുതിയ വീടുകളൊക്കെ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഒടിഞ്ഞു വീഴുന്നുള്ള പേടിയും വേണ്ട. പിന്നെയുള്ളത് ഈ മരം ഒടിഞ്ഞു വീണിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാ. ഒന്ന് സൂക്ഷിച്ചാൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. പക്ഷേ മോഹനേട്ടന്റെ വില്ലേജ് ഓഫീസിന്റെ കാര്യമാണ് ആ കഷ്ടം. അതൊരു പഴഞ്ചൻ കെട്ടിടമല്ലേ. തറയ്ക്കൊന്നും ഒരു ബലവും കാണില്ല. ചെറിയൊരു കുലുക്കം ഉണ്ടായാൽ മതി, എല്ലാം പടപടയെന്ന് തലയിലോട്ട് വീഴും. ഭൂകമ്പം ഉണ്ടായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസ് തന്നെ ഭൂകമ്പത്തിൽ തകർന്നു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? മോഹനേട്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വല്ല പട്ടികയോ ഓടോ ഒക്കെ വീണ് തല പൊട്ടിക്കോ കൈയൊടിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്രങ്ങളിൽ മുഴുവൻ വാർത്ത വരില്ലേ? ഭൂകമ്പത്തിൽ പരിക്കേറ്റ് വില്ലേജ് ഓഫീസർ ആശുപത്രിയിൽ നിന്ന്. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാന്തല്ലൂരിന് നാഥനില്ലാതായി പോവില്ലേ? അത് മോഹനേട്ടൻ മറക്കരുത്. ആ, ഉത്തമൻ വന്നിട്ടുണ്ട്. ഒരു ഉത്തമന് പറഞ്ഞു കൊടുക്ക് ഈ ഭൂകമ്പം എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന്. നമസ്കാരമുണ്ട് സാറേ. ഞാൻ ആ ലംബോദര ചേട്ടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നതാണ്. ഇന്നത് കിട്ടിയിരുന്നെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിന് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ കൊടുക്കാമെന്ന് ലംബോദര ചേട്ടൻ പറഞ്ഞായിരുന്നു. ഉത്തമം പറയുന്നത് കേട്ട ഈ ലംബോദരൻ എല്ലാ നിയമങ്ങളും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാന്യദേഹമാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനല്ലല്ലോ. ലംബോദരൻ നടത്തുന്ന മെറ്റൽ ക്വാറിയെ പറ്റിയുള്ള പരാതി ഇന്നത്തെ പത്രത്തിലുണ്ട്. നാട്ടിലെ എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ച് കോറി നടത്തുന്നയാൾക്ക് കെട്ടിടം പണിയാൻ പഞ്ചായത്തിന്റെ പെർമിഷൻ എന്തിനാ? ഒരു കാര്യമില്ല. അങ്ങനെയല്ല സാറേ, പഞ്ചായത്തിന്റെ പെർമിറ്റ് ഇല്ലാതെ കെട്ടിടം പണിത പഞ്ചായത്ത് നമ്പർ തരൂലല്ലോ. അതുകൊണ്ട് മാത്രം ഒരു പെർമിറ്റ് അല്ലേ? ഇനി പെർമിറ്റ് എന്തിനാ? 9 നിലയുള്ള ഒരു ഹോട്ടൽ പണിയാൻ. ഇവിടെ ഉത്തമ, ലംബോദരനെ പോലുള്ളവർ ഭൂമിയെ ചൂഷണം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നതിന്റെ പേരിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അറിയാമോ? നമ്മുടെ താലൂക്ക് ഭൂകമ്പ സാധ്യതയുള്ള താലൂക്കാണെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഭൂകമ്പം ഉണ്ടായാൽ അതിന് പ്രധാന കാരണം ലംബോദരന്റെ കോറിയായിരിക്കും. ഒടുവിൽ കോറി കാരണം ഉണ്ടാകുന്ന ഭൂകമ്പത്തിൽ ലംബോദരന്റെ 9 നിലയുള്ള കെട്ടിടം താഴെ വീഴുമ്പോ ലംബോദരൻ പടിയും. സാറേ, ഈ ഭൂകമ്പത്തിന്റെ കാര്യം സാറ് കാര്യമായിട്ട് പറയാണോ?
കള്ള പറയുന്നേ? കേന്ദ്ര സർക്കാരിൽ നിന്ന് മുൻകരുതലുള്ള നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. ഏത് സമയവും ദുരന്തമുണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നുമാണ് ഞങ്ങൾ കിട്ടിയ നിർദ്ദേശം. ഒമ്പമ്പൂ, അപ്പൊ സംഗതി പ്രശ്നമാവൂല. ഈ ഭൂകമ്പം വന്നാ എന്ത് ചെയ്യും സാറേ? ഈ വിവരം സർക്കാർ പുറത്തു വിട്ടിട്ടില്ല. വെറുതെ ജനങ്ങളെ അറിയിച്ച് പരിഭ്രാന്തി പരത്തണ്ടല്ലോ. ഇല്ലില്ല, ഞാൻ ആരുടെയും പറയില്ല ഭൂകമ്പത്തെ പറ്റി. പിന്നെ സാറേ, ഈ ഭൂകമ്പം എത്ര മണിക്ക് വരും? അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ട് വരുന്ന സാധനം അല്ല ഇത്. എന്താ? ഒന്ന് സൂക്ഷിക്കുന്നല്ല. ഭൂകമ്പം ഉണ്ടാകുന്നതായി തോന്നിയാൽ ഉടനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. തുറസായ സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കുക. മരങ്ങളുടെയോ ഇലക്ട്രിക് പോസ്റ്റിന്റെയോ സമയം പോയി നിൽക്കരുത്. മനസ്സിലായോ? അപ്പൊ ഒരു കല്യാണം കഴിക്കാനുള്ള മോഹം നടക്കാതെ ചാവേണ്ടി വരും. ഭൂകമ്പമെങ്കിൽ ഭൂകമ്പം, വരുന്നത് വരട്ടെ. അപ്പൊ സാറേ, ലംബോദരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒരു 11 മണിയാകുമ്പോൾ തോന്നില്ല ഓഫീസിലേക്ക് വാ. ശരി ശരി ശരി. ഭൂകമ്പത്തിന്റെ കാര്യം ഉള്ളത് തന്നെയാണോ? തൽക്കാലം ഇവിടെ നിന്നൊന്ന് മാറിയിരുന്നാലോ? അതാണ് ബുദ്ധി. മനുഷ്യന് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ കാഞ്ചന സാറേ. ശരിക്കും ഭൂകമ്പം ഉണ്ടാവോ? ഉണ്ടാവാനാണ് സാധ്യത. വെറുതെ എന്തായാലും ഇങ്ങനൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ലല്ലോ. മഴക്കാലം വന്നതോടെ കെട്ടിടം തകർന്നു വീഴുന്നതിന്റെ കൃഷിനാശത്തിന്റെ പരാതികൾ ഏത് നിമിഷവും വന്നെന്നിരിക്കും. അത് തന്നെ നമുക്ക് ഇരട്ടി ജോലിയാ. അക്കൂട്ടത്തിലൊരു ഭൂകമ്പവും കൂടെ ഉണ്ടായാൽ നന്നായിരിക്കും. ഇനി എന്തായാലും അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഉറക്കമില്ലെന്നുള്ള കാര്യം ഉറപ്പായി. എന്റെ ഈശ്വര, സർക്കാരിൽ വേറെ എത്ര വകുപ്പുകളുണ്ടായിരുന്നു. അതിലൊന്നും ജോലി നോക്കാതെ റവന്യൂ വകുപ്പിൽ ജോലി നോക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതൊന്നും പറയണ്ട പ്രൊഫസറെ. ജോലി റവന്യൂ വകുപ്പിലാണെങ്കിൽ കയ്യിൽ കാര്യമായിട്ട് എന്തെങ്കിലും തടയുമല്ലോ എന്ന് കരുതിയാണല്ലോ എല്ലാരും ജോലിക്ക് അപേക്ഷിക്കുന്നത്. നമുക്ക് യോഗമില്ലാതെ പോയി. മോഹനേഷ് സാർ ഇവിടെ വില്ലേജ് ഓഫീസറായി ഇരിക്കുന്നിടത്തോളം കാലം 10 പൈസ കൈക്കൂലി വാങ്ങാന്ന് ആരും കരുതണ്ട. ഭൂകമ്പത്തിൽ എത്രയോ നല്ല മനുഷ്യന്മാര് മരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി ആഫീസർ ഇരിക്കുന്ന ഭാഗം ഒന്ന് ഇടിഞ്ഞു വീണിരുന്നെങ്കിൽ. ഇടിഞ്ഞു വീണെങ്കിൽ അല്ല സർ, അത് പിന്നെ കൊള്ളാം. കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കാത്ത മേലുദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിടം വീണ് അയാൾ അങ്ങ് തട്ടിപ്പോയെങ്കിൽ കൈ നിറയെ കൈക്കൂലി വാങ്ങാമായിരുന്നു അല്ലേ? അല്ല സാർ, കാഞ്ചന സാർ ഉദ്ദേശിച്ചത് കാഞ്ചന ഉദ്ദേശിച്ചത് എന്താണെന്ന് ശിശുപാലൻ എങ്ങനെ അറിയാം? അല്ല, അത് പിന്നെ ഞാൻ നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാവണം. ഇടവപ്പാൽ തുടങ്ങുന്ന ഈ സമയത്ത് റവന്യൂ വകുപ്പ് ജീവനക്കാർ നാടിനും നാട്ടാർക്കും വേണ്ടി ജാഗ്രതയോട് പ്രവർത്തിക്കാണ് വേണ്ടത്. അല്ലാതെ മേലുദ്യോഗസ്ഥൻ തട്ടിപ്പോണേ എന്ന് പ്രാർത്ഥിക്കാനേ വേണ്ടത്. അല്ല സാർ, അത് ഞാനൊരു തമാശക്ക് പറഞ്ഞത് സർ. അല്ലേ? ഓഹോ, അതൊരു തമാശ ഇനി വേണ്ട. ഓഹങ്കാരി. സർക്കാർ മുന്നറിയിപ്പ് എല്ലാവരും അറിഞ്ഞല്ലോ. ഏത് സമയത്തും ഒരു ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കെട്ടിടം ഇടിഞ്ഞു വീഴാനോ മരങ്ങൾ ഒടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. വളരെ കരുതലോടെ വേണം ഇരിക്കാൻ. ഏത് സമയത്തും നാട്ടിലെ ഏത് ഭാഗത്തു നിന്നും ഒരു വിളി വന്നിരിക്കും. അങ്ങനെ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെയും അഗ്നിശമന വിഭാഗത്തെയും അറിയിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും വേണം. സാറേ, ഭൂകമ്പം ഉണ്ടായ ആദ്യം വിടുന്നത് ഈ കെട്ടിടമായിരിക്കും. ഇതിന് എന്തുമാത്രം പഴക്കമുണ്ടെന്ന് സാറിന് അറിയാമോ? അത് വാസ്തവാ സാറേ. ഇപ്പോഴത്തെ പുതിയ വീടെല്ലാം നല്ല ഫൗണ്ടേഷനുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളാ. ഏത് ഭൂകമ്പം വന്നാലും അതിനൊന്നും ഒരു കുഴപ്പം പറ്റില്ല. പക്ഷെ ഭൂകമ്പം ഉണ്ടാകുമ്പോ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ട വില്ലേജ് ഓഫീസിന്റെ അവസ്ഥയോ? ചെറിയ ഒരു ഭൂകമ്പം മതി, എല്ലാം കൂടെ ഇടിഞ്ഞു പൊടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴും. ഒന്ന് നിർത്ത ശിശുപാലൻ ചേട്ടാ. ആ നാവ് വളച്ചൊന്നും പറയല്ലേ. എനിക്ക് കെട്ടിയാനൊരു കൊച്ചുള്ളതാ. ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നതായി തോന്നിയാൽ എത്രയും പെട്ടെന്ന് കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അത് കളക്ടർ എന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും ഒന്നുമില്ലാത്ത വെളിം പ്രദേശത്ത് പോയി നിൽക്കണമെന്ന്.
വേറെ ഒന്നും ചെയ്യാനില്ല. സാറേ, പിന്നെ ഈ വിവരം അനാവശ്യമായി പ്രചരിപ്പിച്ച് ആളുകളെ പേടിപ്പിക്കരുത്. അങ്ങനെ ഒരു പരിഭ്രാന്തി ഉണ്ടായാൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറും. അപ്പൊ ഭൂകമ്പം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണല്ലേ സാർ? ഇവിടെ നിൽക്കാം. മരം! അയ്യോ, മരത്തേടി നിൽക്കാൻ പാടില്ല. അയ്യോ, അയ്യോ, കിട്ടണം. അയ്യോ, അയ്യോ. ചായ. ചായ പിടിക്കേ. പറഞ്ഞതിന്റെ ബാക്കി പറ ഉത്തമ. അങ്ങനെ മോഹനേട് സാർ ആഫീസിൽ ഭൂകമ്പത്തെ പറ്റിയും ഭൂകമ്പം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും ക്ലാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കൃത്യം ആ സമയത്താണ് ലംബോദരന്റെ കോറയിൽ നിന്നും ഡൈനാമിറ്റ് പറഞ്ഞ പറ ഉത്തമ. ഇതിനേക്കാളും ഭയങ്കര ശബ്ദമാക്കിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടുന്നത്. ഈ ഡൈനാമിറ്റ് പൊട്ടിയാലുള്ള അവസ്ഥ വക്കീലിന് അറിയാലോ. ഭയങ്കര ശബ്ദമായിരിക്കും. കൂട്ടത്തിൽ കെട്ടിടത്തിന് ഒരു ചെറിയ കുലുക്കവും. മോഹനേട് സാർ കരുതി ഭൂകമ്പം വന്നതായിരിക്കും. ഒന്നിനും പേടിക്കാതിരിക്കും. രാവിലെ തഹസിൽദാർ വിളിച്ചപ്പോ പോലെ ഭൂകമ്പം ഭൂകമ്പം എന്ന് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. വലിയ ഒച്ചയും കേട്ട് കെട്ടിടം കുലുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, വില്ലേജ് ഓഫീസിന്റെ മോളിൽ നിന്ന് ഒരു ഓട് താഴേക്ക് വീണു. മുറ്റത്ത് ഓട് വിടുന്ന ശബ്ദം കൂടെ ആയപ്പോ സാറിന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. അല്ലേ സാറേ? ആര്? ഇന്ന് രാവിലെ ഉള്ളതിനോട് പറയാ, ഈ നാട്ടിലെ മറ്റു കെട്ടിടങ്ങളൊക്കെ നല്ല ഉറപ്പുള്ള കെട്ടിടങ്ങളാണ്. അത്തരം കെട്ടിടങ്ങൾ ഒരു ഭൂകമ്പത്തിലും തകരില്ല. അങ്ങനെ തകരുന്ന ഒരു കെട്ടിടമേ ഈ നാട്ടിലുള്ളൂ. അത് വില്ലേജ് ഓഫീസിന്റെ കെട്ടിടമാണെന്ന്. അത് കേട്ടപ്പോ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ബാക്കി പറ. അങ്ങനെ മോഹനേട് സാറ് വില്ലേജ് ഓഫീസിൽ നിന്ന് അയ്യോ രക്ഷിക്കണേ എന്നും പറഞ്ഞ് നിലവിളിച്ചോണ്ട് ഒറ്റ ഓട്ടം പുറത്തിറങ്ങി ആ ഗേറ്റിന്റെ അടുത്ത് വന്നപ്പോഴാണ് മരം നിൽക്കുന്നത് കണ്ടത്. ഭൂകമ്പം ഉണ്ടാവുമ്പോ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ലല്ലോ. വീണ്ടും വിളിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം അപ്പുറത്തെ കാർത്തികൻ ചേട്ടൻ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ അടുത്ത്. അവിടെ ചെന്നപ്പോഴാണ് അയ്യോ ഇതും പ്രശ്നമാണല്ലോ എന്ന് തോന്നിയത്. പിന്നെ ഒന്നും മടിച്ചില്ല സാറ്, നേരെ റോഡിലേക്ക് ഒരു ഒറ്റ ഓട്ടം. മോഹനേട് സാർ റോഡിലേക്ക് ഇറങ്ങിയതും സുന്ദരേശ സാറിന്റെ കാർ ഇങ്ങോട്ട് വരികയും ഒപ്പമായിരുന്നു. ഭാഗ്യത്തിന് കാറിന്റെ മുമ്പിൽ പെട്ടില്ല. മുമ്പിൽ പെട്ടിരുന്നെങ്കിൽ ഇപ്പൊ കയ്യിലും നെറ്റിയിലും കാണുന്ന പോലെ കുറച്ച് പഞ്ഞി മൂക്കിലും വെക്കായിരുന്നു. ശരിക്കും ഞാൻ കാർ തട്ടി തെറിച്ച് പുറകോട്ട് വീണു. ഈ കൈക്കത്തിനെ പറ്റിയത് അപ്പോഴാ. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാറിന്റെ അടിപ്പെട്ട് ചത്തുപോയന്. മോഹനേട്ടന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടില്ലായിരുന്നല്ലോ. ഉത്തം ബാക്കി പറ. ഇനിയൊന്നും ഇല്ല വക്കീലേ. കാറിലടിച്ച് പുറകോട്ട് വീഴുന്നപ്പോ തന്നെ മോഹനേട് സാറിന്റെ ഉള്ള ബോധം അങ്ങ് പോയി. പിന്നെ ശിശുപാല സാറും കാഞ്ചന സാറും സ്വയംപ്രഭ സാറും കൂടെ സാറിനെ എടുത്തോണ്ട് വില്ലേജ് ഓഫീസിന്റെ അകത്ത് കൊണ്ടുവന്ന് കിടത്തി.
നാട്ടുകാർ കണ്ട നാണക്കേടല്ലേ? ഇതിനിപ്പോ ഇത്ര നാണക്കെടുന്ന ഞാൻ ലംബോദരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് ഈ കഥ മൊത്തം അറിയുന്നത്. അവിടെ എല്ലാരും കൂട്ടം ചിരിയായിരുന്നു. പിന്നെ ഞാൻ സാറിന് ആശുപത്രി കൊണ്ടുവന്നിട്ട് ഇങ്ങ് പോന്ന്. എന്നാല് പാറമടയിൽ പടക്കം പൊട്ടിച്ചത് കേട്ട് പേടിച്ച് ബോധം കെടുക. ബോധം കെട്ട് കിടന്ന നേരം മുഴുവൻ എനിക്ക് ബാമയെ കാണണേ, എനിക്ക് ബാമയെ കാണണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുക. ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ സാറേ? ഇരിക്കുന്നുണ്ട. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. ഫോട്ടോ ആക്കിയില്ലേ? ഇങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ. മോഹനേട്ട ഭൂകമ്പം കേട്ടാ ഇത്ര പേടിയാ? അതിന് ആർക്കാരും പേടിണ്ടാവില്ലേ? എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് മോഹനേട്ടൊരു സന്തോഷ വാർത്തയുണ്ട്. എന്ത്? ലംബോദരന്റെ കോര് പോലീസ് പൊട്ടിച്ചു. മോഹനേട്ടൻ ആശുപത്രിയിലായിരുന്ന നേരത്താണ് പോലീസ് ചെന്നത്. ഭൂകമ്പ സാധ്യത കൂടി ഉള്ളതുകൊണ്ട് ഇനി കോര് തുറക്കില്ലെന്നാ കേട്ടത്. നന്നായി. പിന്നെ മോഹനേട്ടാ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബോധം കെട്ട് കിടന്നപ്പോ എനിക്ക് ഭാമയെ കാണണം, എനിക്ക് ഭാമയെ കാണണം എന്ന് പറഞ്ഞത് എന്തിനാ? അത്രയ്ക്ക് ഇഷ്ടമല്ലേ? ബോധമില്ലാത്തപ്പോഴല്ലേ അങ്ങനെ പറഞ്ഞത്? ബോധമില്ലാത്തപ്പോ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കോ? ഇപ്പൊ ബോധം ഉണ്ടല്ലോ. ഇപ്പൊ എന്ത് പറയണു? ഇപ്പോ ഇഷ്ടമൊക്കെ തന്നെ. പേടിയില്ലാത്ത മനുഷ്യരില്ല. പ്രത്യേകിച്ച് പേടിക്കാൻ തക്ക ചുറ്റുപാട് കൂടി ഉണ്ടെങ്കിൽ ആളുകൾ പ്രാണൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുക സ്വാഭാവികം. എങ്കിലും പാറ പൊട്ടിക്കുന്ന ശബ്ദത്തെ ഭൂമി കുലുക്കമായി തെറ്റിദ്ധരിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് മോഹനകൃഷ്ണനെ പോലൊരു ധീരന് ചേർന്നതല്ല എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.